വരും സുഹൃത്തുക്കളെ കടന്നുപോയി. കേറ്റഡ് എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോഴത്തേനും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നാലും ഈസി ആയിട്ട് നമുക്ക് ഒരു വൃത്തിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. പല മേഖലകളിൽ നിന്നും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ആണ് പ്രധാനമായിട്ടും അവർ ആധാരമാക്കാറുള്ളത് സോഴ്സ് ആയിട്ട്. അപ്പൊ ആ സ്കൂൾ ടെക്സ്റ്റിന്റെ വിവിധ മേഖലകളിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ഒരു ഭാഗം ഒന്ന് പഠിച്ചു നോക്കുകയാണ്, എന്നിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പലർക്കും പലപ്പോഴും മാറിപ്പോവാറുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു ഭാഗം പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ഒന്ന് കറക്കി നമ്മൾ എടുക്കുന്നു. ഓക്കെ, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, പലർക്കും ഡ്രൈ ആയിട്ടൊക്കെ തോന്നാറുള്ള ഒരു ഏരിയ. അതിന്റെ ഒരു ഭാഗം നമ്മൾ വളരെ എളുപ്പമായിട്ട് രസകരമായിട്ടൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ റിമോട്ടായി നിന്ന് സെൻസ് ചെയ്യാനാണ്. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ പേരല്ല. നമ്മളെപ്പോഴും റിമോട്ട് എന്ന് കേട്ടാൽ ടിവിയുടെ റിമോട്ട്, എസിയുടെ റിമോട്ട് എന്നൊക്കെ പറയും. റിമോട്ട് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഒരു വസ്തുവല്ല. റിമോട്ട് എന്ന് പറഞ്ഞാൽ ദൂരെ മാറി നിന്ന്, തൊടാതെ, സ്പർശബന്ധമില്ലാതെ, അകലെ നിന്ന് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ടിവിയുടെ റിമോട്ടിന്റെ ശരിക്കുള്ള പേരെന്താ? എസിയുടെ റിമോട്ടിന്റെ ശരിക്കുള്ള പേരെന്താ? റിമോട്ട് കൺട്രോളർ എന്ന് വെച്ചാൽ ടിവിയിൽ തൊടാതെ, ടിവിയിൽ നിന്ന് മാറി നിന്ന് ടിവിയെ കൺട്രോൾ ചെയ്യുന്ന ഉപകരണം എന്നല്ലേ അത് ഉദ്ദേശിക്കുന്നത്. ആ റിമോട്ട് കൺട്രോളർ എന്ന് പറഞ്ഞാലേ ഉപകരണമാവത്തുള്ളൂ, അല്ലാതെ റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന്, അകലെ നിന്ന് എന്നൊക്കെ അർത്ഥമുള്ളൂ. ഇപ്പൊ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഭൂമിയെ, കുന്നിനെ, എന്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ ടച്ച് ചെയ്യാതെ മാറി നിന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് വിളിക്കുക. അത് ഭൂമിയിൽ തന്നെ നിന്ന് നമ്മൾ ഫോട്ടോ വെച്ചെടുക്കുകയാണെങ്കിൽ അതിനെ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് എന്നൊക്കെയാണ് വിളിക്കുക. ഇനി നമ്മൾ മാറി ഒരു വിമാനത്തിൽ നിന്നോ ബലൂണിൽ നിന്നോ ഡ്രോണിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തോ വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് വിളിക്കും. അപ്പോഴും നമുക്കൊരു വലിയ പ്രദേശമായ കേരളത്തെ മൊത്തം ഒരുമിച്ച് കവർ ചെയ്യണമെങ്കിലോ, ഇന്ത്യയെ മൊത്തം ഒരുമിച്ച് കവർ ചെയ്യണമെങ്കിലോ, ഈവൻ ഭൂമിയെ കവർ ചെയ്യണം, ഭൂമിയുടെ ഒരു 1/3 ഏരിയ എങ്കിലും കവർ ചെയ്യണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡ്രോൺ പറത്തിയോ വിമാനത്തിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്ത് പകർത്താൻ പറ്റുമോ? നോ. നമ്മൾ വളരെ ദൂരത്തേക്ക് പോയി ഫോട്ടോ എടുത്താലേ, ദൂരത്തേക്ക് പോയി അവിടെ നിന്ന് നോക്കിയാലേ മൊത്തത്തിൽ ഈ ഏരിയാസിനെ സെൻസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. സാറ്റലൈറ്റിൽ നിന്ന് സെൻസറുകൾ ഉപയോഗിച്ച് ഭൂമിയുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന പരിപാടി വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഇതിനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകൾ ഒരു ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ആണ്. ആ സാറ്റലൈറ്റ് ഏതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. അതിനു മുമ്പ് സാറ്റലൈറ്റുകളെ എങ്ങനെ വർഗീകരിച്ചിരിക്കുന്നു അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സാറ്റലൈറ്റിന് 2 രീതിയിലുള്ള വർഗീകരണമാണ്, 2 തരത്തിലുള്ള സാറ്റലൈറ്റുകൾ നമുക്കുണ്ട്. എങ്ങനെയൊക്കെയാ സാറ്റലൈറ്റുകളെ വർഗീകരിക്കുക? സാറ്റലൈറ്റുകളെ വർഗീകരിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് നമുക്ക് കാണിച്ചു തരാം, നോക്കിക്കോണേ. 2 ഡിവിഷൻ നിങ്ങൾ ഈസി ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കാര്യം എളുപ്പം മനസ്സിലാവും, സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാവും. അതൊരു അനിമേഷൻ നമുക്ക് കാണാം. ആ അനിമേഷനിൽ നിന്നും ഈ 2 പേർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ നേരെ ഇതിന്റെ ഓരോ ഡിഫറൻസസും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം എങ്ങനെയാണോ ഉള്ളത് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ, ഒരു ചെറുതായിട്ടൊരു ഐഡിയ ഇപ്പൊ കിട്ടും, നോക്കിക്കോളാം. ആദ്യം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, ഒരാളുടെ പേര് പറഞ്ഞു, ഇതൊരു ടൈപ്പാണ്. രണ്ടാമത് ടൈപ്പ് കാണിച്ചിരിക്കുന്നു സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്, ഇത് രണ്ടാമത്തെ ടൈപ്പ്. ഒരാളുടെ ഒരു ജിഫ്, ഒരു അനിമേഷൻ കാണിക്കുകയാണ്. ആൾ എങ്ങനെയാണ് ഭൂമിയെ കറങ്ങുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടും. നോക്കിക്കേ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ ഭൂമിയെ കറങ്ങുന്നത് ഇങ്ങനെയാണ്. ഭൂമി കറങ്ങുന്ന ആ ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു സിങ്കിങ്ങിൽ തന്നെ, അല്ലെങ്കിൽ അതുമായിട്ട് സിങ്ക് ചെയ്തിട്ട് ദൂരെ മാറി നിന്ന് ഏകദേശം ഒരേ സ്ഥലത്തെ വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ്. ഇതാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത്? നമ്മൾ ഈ സാറ്റലൈറ്റ് ഇരുന്ന് ഇപ്പൊ ഭൂമിയിലേക്ക് നോക്കുക, നോക്കിയാൽ ഭൂമി കറങ്ങുന്നത് പോലെ തോന്നത്തില്ല. നമ്മൾ എപ്പോ നോക്കിയാലും താഴെ കാണുന്ന ഭൂമിയിലെ ഒരേ സ്ഥലമായിരിക്കും. അപ്പോ നമ്മൾ പറയും ഭൂമി സ്ഥിരമായിട്ട് നിൽക്കുന്നു, ഭൂസ്ഥിര ഉപഗ്രഹമാണിതെന്ന് പറയും. അഥവാ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്, ഭൂമി സ്റ്റേഷനറി ആണ് നമ്മൾ പറയും, അങ്ങനെയാണ് പറയാം. രണ്ടാമത് ടൈപ്പ് ആളുകൾ ഇങ്ങനെയാണ് കറങ്ങുക. ആള് കറങ്ങുന്നത് ഒരു ഇക്വറ്റോറിയൽ റീജിയണോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തുള്ള റീജിയനെയോ ഫോക്കസ് ചെയ്തിട്ടല്ല. ആള് പോളാർ റീജിയനെ കവർ ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് കറങ്ങുന്നത്. മറ്റേ ആളത് ഇങ്ങനെ കറങ്ങുമായിരുന്നെങ്കിൽ ഇത് നേരെ ഇങ്ങനെയാണ് കറങ്ങുന്നത്. ഇത് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്. സൂര്യപ്രകാശം നല്ലപോലെ ഉപയോഗിക്കാൻ, സൂര്യപ്രകാശം ഒരു സമയത്ത് ഭൂമിയിൽ എവിടെയാണോ ഉള്ളത് ആ ഏരിയയിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും ഇവര് കറങ്ങുക. കണ്ടാൽ മനസ്സിലാവും, നല്ല സ്പീഡിലാണ് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ് ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ അത്രയും ദൂരത്തിലൊന്നും അല്ല എന്നൊക്കെ ഒരു ചെറിയ അത്രയൊന്നും ഐഡിയ ഇതിന്റെ അകത്ത് കിട്ടാൻ പോകുന്നില്ല. എന്നാലും
രണ്ടുപേര് ധ്രുവങ്ങളെ ചുറ്റി കറങ്ങുന്നത് ആരാ, അല്ലാതെ കറങ്ങുന്നത് ആരാ, ഭൂമിയുടെ കറക്കത്തിന്റെ സ്പീഡുമായി സിങ്ക് ചെയ്ത് കറങ്ങുന്നത് ആരാ, അല്ലാതെ കറങ്ങുന്നത് ആരാ, നമുക്കൊരു ധാരണ കിട്ടി. ഇനി നേരെ നമ്മൾ നോക്കുകയാണ് ഇവരുടെ ഡിഫറൻസസ് എന്തൊക്കെയാണ് രണ്ടുപേരുടെ. ആദ്യം സഞ്ചാരപഥം നോക്കിക്കോണേ എങ്ങനെയാണ്, എത്രമാത്രം ദൂരത്താണെന്നാണ് നോക്കുക. ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ സഞ്ചാരപഥം എത്ര ദൂരെയാണെന്നറിയോ? ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ സഞ്ചാരപഥം 36,000 കിലോമീറ്റർ ദൂരെയാണെന്ന് പറയാ. 36,000 കിലോമീറ്റർ ദൂരെ നിന്ന ഭൂസ്ഥിര ഉപഗ്രഹം കറങ്ങാണ്. സൺ സിംഗ്രണസ് അഥവാ സൗരസ്ഥിര ഉപഗ്രഹവും ഇതൊരു 600 തൊട്ട് ഒരു 900 കിലോമീറ്റർ വരെയൊക്കെ ദൂരം നിന്നാണ് ശരിക്കും കറങ്ങുന്നത്. ഓക്കെ, ഇത് ധ്രുവങ്ങളെ ചുറ്റി കറങ്ങുന്ന ആളാണ്. അപ്പോൾ ഒത്തിരി ദൂരെയല്ല, അടുത്ത് നിന്നിട്ടാണ്, ക്ലോസ് ആയിട്ട് അത്യാവശ്യം വാച്ച് ചെയ്യാൻ പറ്റും. നിരീക്ഷണ പരിധി. ഒരു ഭൂസ്ഥിര ഉപഗ്രഹം വളരെ ദൂരെ നിന്ന് നോക്കുന്നത് കൊണ്ട് ഭൂമിയുടെ 1/3 കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാം. 1/3 കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇത് വളരെ സൗരസ്ഥിര ഉപഗ്രഹം വളരെ അടുത്ത് നിന്ന് വാച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിന് ഏറെക്കുറെ ഭൂമിയുടെ ഒരു എന്താ പറയാ, ഒത്തിരി ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല, കുറവാന്ന് വേണമെങ്കിൽ പറയാം. നിരീക്ഷണ പരിധി കുറവാന്ന് വേണമെങ്കിൽ പറയാം. ആരുടെ എത്ര ഇല്ല, 1/3 ഓഫ് എർത്ത് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ആളുടെ എത്ര ഇല്ല, കുറച്ച് ഏരിയാസ് ഒക്കെ അല്ലെങ്കിൽ കുറച്ച് പ്രദേശമാണ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സമയത്ത് കുറച്ച് പ്രദേശം കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പരിക്രമണ സമയം എത്ര എടുക്കും നോക്കിക്കോണം. ഭൂസ്ഥിര ഉപഗ്രഹം ഭൂമി ഒരു തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാവുക, 24 മണിക്കൂർ എടുത്ത് ഭൂമി ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേ സമയം കൊണ്ട് തന്നെ ഒരേ സ്ഥലത്തെ നോക്കി ആള് ചുറ്റി, ഇത് ഭൂമി ഇങ്ങനെ തിരിയാണ്, ഭൂമി തിരിയുന്നതിനനുസരിച്ച് ആളും തിരിയുക. അപ്പൊ ആളുടെ പരിക്രമണ സമയം ഭൂമിയുടെ ഭ്രമണ സമയത്തിന് തുല്യമാണ്. ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ പരിക്രമണ സമയം, അതായത് ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ റെവല്യൂഷൻ ഭൂമിയുടെ റൊട്ടേഷൻ പീരീഡ് ആയി 24 മണിക്കൂറിന് തുല്യമാണ്. സൺ സിംഗ്രണസോ ഇത് പലരുണ്ട്. 2 മണിക്കൂറും കൊണ്ട് ഒരു തവണ ഭൂമിയെ കറങ്ങുന്നത്, 4 മണിക്കൂറും കൊണ്ട് കറങ്ങുന്നത്, 5 മണിക്കൂറും കൊണ്ട് കറങ്ങുന്നത്, അങ്ങനെ പല രീതിയിൽ കറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് കറങ്ങുന്ന, ഒരു ദിവസത്തിൽ ചിലപ്പോൾ 3-4 തവണയൊക്കെ ചിലപ്പോൾ ഭൂമിയെ കറങ്ങാൻ കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ കറങ്ങുന്ന ആ സ്പീഡുള്ള ആൾക്കാരുണ്ട്. സോ പരിക്രമണ സമയം വളരെ കുറവ് മതി, ആർക്ക് കുറച്ചു സമയം മതി ഭൂമി ഒന്ന് പരിക്രമണം ചെയ്യാൻ സൺ സിംഗ്രണസ് ഓർബിറ്റിനെ. കാര്യം അത് അടുത്ത സ്ഥിതി ചെയ്യുന്നത്, മറ്റേ ദൂരെ നിന്ന് കറങ്ങുന്ന ആളാണ്, അതൊന്ന് ആലോചിക്കാം. ഇനി ഉപയോഗം. ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം തുടർച്ചയായി ഒരു സ്ഥലത്തെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. തുടർച്ചയായി ഒരു സ്ഥലത്തെ വീക്ഷിക്കുമ്പോൾ അതവിടുത്തെ വെതർ മാറ്റങ്ങൾ വൃത്തിക്കറിയാം, വെതറിന്റെ ചേഞ്ചസ് കറക്റ്റ് അറിയാം. തുടർച്ചയായ ഒരു സ്ഥലത്തെ വീക്ഷിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അവിടെ കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ വീട്ടിലിരിക്കുന്ന ഡിഷ് ടി വിയിലൊക്കെ കണക്ഷൻ കിട്ടുന്നത് എങ്ങനെയാ, അങ്ങ് ദൂരെ നിൽക്കുന്ന സാറ്റലൈറ്റിൽ നിന്ന് എപ്പോഴും അതിലേക്ക് സിഗ്നൽ വരുന്നത് കൊണ്ടാണ്. അത് എപ്പോഴും ആ സിഗ്നൽ കിട്ടുന്നുണ്ട്. രാത്രി എന്നില്ല, പകലെന്നില്ല, വെള്ളിയാഴ്ച എന്നില്ല, ചൊവ്വാഴ്ച എന്നില്ല, എപ്പോഴും നമ്മുടെ വീടിന്റെ മേളിൽ അങ്ങ് ദൂരെ ആളുള്ളത് കൊണ്ടാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. 2 കേസ് നമുക്ക് പറയാം. ഒന്ന് വെതർ പറയാം, മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ. വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ, ഇതൊക്കെ പ്രധാനമായിട്ടും ഈ കാറ്റഗറിയാണ്. ഇനി സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ ഉപയോഗം എന്താ അറിയോ? ഇത് ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഒരു സ്ഥലത്തെ, ഇത് ഭൂമിയാണ് വിചാരിച്ചോണേ, ഇത് ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഫോട്ടോ ഒന്ന് എടുത്തു, ഇവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ചു, ക്ലോസ് ആയിട്ട് നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ആ സ്ഥലത്ത് വരുമ്പോൾ വിവരങ്ങൾ ശേഖരിക്കും, പിന്നെയും 2 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ വരും. അങ്ങനെ പല സ്ഥലങ്ങളുടെ വിവരശേഖരണം ക്ലോസ് ആയിട്ട് പറ്റും. ഇങ്ങനെയുള്ള വിവരശേഖരണം പരിപാടിയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുക. അപ്പൊ റിമോട്ട് സെൻസിങ്ങിന് പ്രധാനമായിട്ട് ആളെയാണ് നമ്മൾ ഉപയോഗിക്കുക. നെക്സ്റ്റ് ഉദാഹരണങ്ങൾ ആരെയൊക്കെ പറയാൻ നോക്കാം. ജിയോ സ്റ്റേഷനറി ഉപഗ്രഹത്തിന് പ്രധാനപ്പെട്ട ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നതാണ് ജിസാറ്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളാണ്, നല്ല ഹെവി ആയിട്ടുള്ള സാറ്റലൈറ്റുകളാണ്. ജിസാറ്റ്, നമ്മുടെ ഇൻസാറ്റ് സാറ്റലൈറ്റ് ഒക്കെ ഇല്ലേ, ജിസാറ്റ് ഇൻസാറ്റ് സീരീസുകളൊക്കെ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉപയോഗിക്കുന്ന, വെതർ കമ്മ്യൂണിക്കേഷൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ ഉപഗ്രഹങ്ങളും ഇതിൻ്റെ അകത്ത് വരും. ഇനി റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് പ്രധാനപ്പെട്ട എക്സാമ്പിൾ പറയാം. IRS, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞ IRS സാറ്റലൈറ്റുകൾ പറയാം. പിന്നെ നമ്മുടെ അമേരിക്കയുടെ ഓർമ്മയുണ്ട് ലാൻഡ്സാറ്റ്, ടെക്സ്റ്റിലൊക്കെ ഉള്ള എക്സാമ്പിൾ, അതുകൊണ്ട് വീണ്ടും പറയാം, ലാൻഡ്സാറ്റ് പറയാം. നമുക്ക് ഭൂപടമൊക്കെ നിർമ്മിക്കാൻ ക്ലോസ് ആയിട്ട് ഭൂമിയെ വാച്ച് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ, അതിനൊക്കെ ഉപയോഗിക്കുന്ന കാർട്ടോസാറ്റ് സീരീസ് പറയാം. ഇതെല്ലാം സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് പറയാൻ പറ്റുന്ന, ഇത് ഒത്തിരി ഹെവി ആയിട്ടുള്ള ഭയങ്കര വെയിറ്റ് ഉള്ള ഹെവി സാറ്റലൈറ്റ് ഒന്നും അല്ല.
പക്ഷേ ജിസാറ്റോ ഇൻസാറ്റോ ഒക്കെ നല്ല വെയിറ്റ് ഉള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളാണ്. ഇവരൊക്കെ മിക്കവാറും ഇന്ത്യയിൽ നിന്ന് പോലുമല്ല, ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നൊക്കെ വേറെ വല്ല യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ അങ്ങനെ ആരുടെങ്കിലും റോക്കറ്റിലോ സഹായത്തിലോ ഒക്കെ ആയിരിക്കും നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ ISRO ബെറ്റർ ആണ്, ബെസ്റ്റ് ആണ്. പക്ഷെ ഒത്തിരി വലിയ ഹെവി സാറ്റലൈറ്റിനെ എത്തിക്കാൻ പാകത്തിന് നമ്മുടെ GSLV എന്ന് പറയുന്നത് ഉള്ളതിൽ വലിയ മസ്ലൻ റോക്കറ്റ് നമ്മുടെ GSLV ആണ്. അത് എന്നാലും ഒത്തിരി ഹെവി ആയിട്ടുള്ള ആൾക്കാരെ എത്തിക്കാൻ ഉള്ള സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല. വരുമ്പോൾ പിന്നെ നമ്മൾ ആരെ ആശ്രയിക്കാതെ ഇവിടുന്ന് തന്നെ വിക്ഷേപിക്കുന്നതായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസസ്. ഇനി നിങ്ങളുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്: ദ മെയിൻ പർപ്പസ് ഓഫ് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ആർ ഡാഷ്. പറഞ്ഞേ. വെതർ ഒബ്സർവേഷൻ ആരുടെയാ? ഇത് ജിയോ സ്റ്റേഷനറിയുടെ അല്ലേ? ജിയോ സ്റ്റേഷനറിയുടെ ആണത്. ടെലികമ്മ്യൂണിക്കേഷൻ ആരുടെയാ? കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും ആരുടെയാ? ജിയോ സ്റ്റേഷനറി ആണ്. സ്പേസ് റിസർച്ചോ? അത് ജിയോ സ്റ്റേഷനറിയുടെ അല്ല, ഇതിന്റെ അല്ല, അത് വേറൊരു ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ആണ്. സ്പേസ് എക്സ്പ്ലോറേഷൻ സാറ്റലൈറ്റ് എന്ന് പറയും. നമ്മൾ ചന്ദ്രയാൻ, മംഗളയാൻ എന്നൊക്കെ പറയുന്ന ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇവിടുന്ന് പുറത്തു പോയി വേറെ ആൾക്കാരെ കറങ്ങാതെയോ ഒക്കെ പോകുന്ന ടീമുകളാണ്. സോ അതുമല്ല. പിന്നെയോ റിമോട്ട് സെൻസിങ്. ഡയറക്റ്റ് ആണ് ചോദ്യം. റിമോട്ട് സെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോളാർ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ സൺ സിങ്ക്രണസ് സാറ്റലൈറ്റുകളാണ്. അപ്പൊ കാര്യം മനസ്സിലാക്കി നമ്മൾ പഠിച്ചു. രണ്ടും എന്തുകൊണ്ട് അങ്ങനെയായെന്ന് പഠിച്ചു. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പാരഗ്രാഫ് ഒന്നുമില്ല, നമ്മൾ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ നമുക്ക് പഠിക്കാം. കേറ്ററ്റ് 3 സോഷ്യൽ സയൻസ് നമ്മൾ സെറ്റാക്കുന്നു. കേറ്ററ്റ് 3യുടെ അടുത്ത എക്സാമിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. കേറ്ററ്റ് 3 സോഷ്യൽ സയൻസ് ബാച്ച് തുടങ്ങുന്നു. നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അതിന്റെ ലൈവ് ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ ഒരു ടോപ്പിക്കിന്റെ ആണെങ്കിൽ അതിന്റെ ലൈവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. ആദ്യം റെക്കോർഡ് ബാച്ചുകൾ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് എപ്പോഴൊക്കെയാണോ കണ്ടു തീർക്കാം, പഠിച്ചു തീർക്കാം, എന്നിട്ട് അതിന്റെ ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പൊ ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ബാച്ചിനാകെ ഫീസ് കോഴ്സ് വരുന്നത് 2500 രൂപ മാത്രമാണ്. ഇതിന്റെ വാലിഡിറ്റി 6 മാസം അല്ലെങ്കിൽ എക്സാം വരെ ആയിരിക്കും. ബാച്ച് തുടങ്ങുന്നത് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങുന്നതല്ല, ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 15-ാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം ആരംഭിക്കൂ. കേറ്ററ്റ് 3 എന്ന് പറയുന്ന ബാലികരമലയൊന്നുമല്ല. നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ വൃത്തിക്കൊന്ന് മനസ്സിലാക്കി കാര്യഗൗരവമായി ഒന്ന് പഠിച്ചു തീർത്താൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു ടീച്ചർ ആവാനുള്ള ആഗ്രഹത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ആവട്ടെ ഇത്. എല്ലാവിധ ആശംസകളും. നമുക്ക് ക്ലാസ്സിൽ കാണാം. ബൈ.